കണ്ണിൽ ഗായ്സ് അങ്ങനെ നമ്മളത് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടോ. നമ്മുടെ കൂട്ടുകാരനെ കൊണ്ടാക്കി തന്നെ. പിന്നെ ടിക്കറ്റ് എടുത്തു 290 രൂപയായി. വിജയവാഡയിലോട്ട് എടുത്തേ. ഒരു 7:15 ഒരു കേരള എക്സ്പ്രസ് ഉണ്ട്. സോ പാലക്കാട് നിന്ന് വിജയവാഡയിലോട്ട് പോയിട്ട് ദെൻ ചേഞ്ച് ചെയ്യാനുള്ള പ്ലാനില്ല. നോക്കാം എന്താ അവസ്ഥ എന്ന്. ഗായ്സ് തുടക്കം തന്നെ മൂഞ്ചല. 7:15 തന്നെ കേരള എക്സ്പ്രസ് 1 മണിക്കൂർ ഡിലേയാ. 8:15 എത്തത്തുള്ളൂ. ഇനി അതിൽ സീറ്റ് ഉണ്ടാവില്ല എന്നൊന്നും അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആ ലോക്കൽ ഇങ്ങനെ പോകുന്നത്, ഇത്ര ലോങ് ജേണി. ഗോവയ്ക്കൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല, സീറ്റെല്ലാം കിട്ടി ഫ്രീ ആയിട്ട്. പക്ഷെ ഇത്ര ലോങ് ജേണി ഫസ്റ്റ് ടൈമാണ്. നോക്കാം. ഇല്ല, വീട്ടിൽ നിന്ന് കുറേ സ്നാക്സും കാര്യങ്ങളും തന്നിട്ടുണ്ട്. സോ അത് കഴിച്ചിരിക്കാം. അത് ബാഗ് കൊടുക്കത്തെ വെയിറ്റ് കുറയ്ക്കാത്ത ഒരു വഴിയില്ല. വീട്ടിൽ നിന്ന് കുറച്ച് ചപ്പാത്തി അതുപോലെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ തന്നു വിട്ടു കേട്ടോ. അത് കഴിച്ചുകൊണ്ടിരിക്കുക. എന്നാലും ട്രെയിൻ ഡിലേയാ. സോ അമ്മ എങ്ങനെയാണ് നമ്മളെ യാത്ര ഫുള്ള് സപ്പോർട്ടാണ്. അതുപോലെ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ ഫുഡ്, വാട്ടർ, കുറച്ച് സാധനങ്ങളെല്ലാം തന്നു വിടും. ബാഗിൽ അറിയാതെ ഒളിപ്പിച്ച് വയ്ക്കും. ഫുൾ സപ്പോർട്ട് കേട്ടോ ഫാമിലി മൊത്തം. നമ്മുടെ ട്രെയിൻ വന്നിട്ടോ. നമ്മുടെ ട്രെയിനില്ല, കേരള എക്സ്പ്രസ് വരണ്ടേ, പക്ഷെ അത് ഇതുവരെ വന്നിട്ടില്ല. ഇത് പകരം പാട്ന എക്സ്പ്രസ്സാണ്. അത് നമ്മുടെ വിജയവാഡ വഴി പോകുന്നത്. സോ ഇതിൽ കയറാം. ട്രെയിനൊക്കെ കാലിയാട്ടോ, അകത്ത് ആരുമില്ല. എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ടാക്കുന്നതാ. സോ പ്രതീക്ഷയുണ്ട് സീറ്റ് കിട്ടുന്നു. നോക്കാം. ഗായ്സ് അപ്പോൾ മേലെ സീറ്റ് കിട്ടി. കോയമ്പത്തൂരത്തിൽ മേലെ സീറ്റ് കിട്ടിട്ടോ. പക്ഷെ തിരക്കെന്ന് പറഞ്ഞാൽ ഫുള്ള് തിരക്കാണ്. നമ്മളിനി ബാത്റൂം പോകുമ്പോഴൊക്കെ എന്താ അവസ്ഥ അറിയില്ല. ഒരു സീറ്റിൽ 4-5 പേരെ കേട്ടോ മേലെ അടക്കം. ബാത്റൂം പോകാണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ്. കിളിപ്പാറി ഗായ്സ്, കിളിപ്പാറി. എൻ്റെ മോനെ, നമ്മളൊക്കെ എത്ര ഭാഗ്യമാണെന്നറിയാം. ഓരോന്ന് കിടക്കണമെന്ന് നോക്കും, വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്നത് പാവങ്ങൾ. ഒരു ദിവസം 2-3 ദിവസമാണ് ആ ഒരു പാർട്ടിയിലെത്താൻ കേരളത്തിൽ നിന്ന്. സോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയില്ല. ഈ രാത്രി പോലും ഇത്ര തിരക്ക്. നാളെ തന്നെയാണ് കാഴ്ച മൊത്തം തന്നെയാണ്. മേലെ കയറി കയറാൻ താഴത്തെ സൈഡിലുള്ള കാഴ്ച ഒന്നും കാണാൻ പറ്റില്ല. ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് ഇതൊക്കെ തന്നെയാണ് നാളെ. ഗായ്സ് എല്ലാവരും എന്നോട് പറഞ്ഞ ഒരു ചോദ്യമാണ്, എന്തിനാ ജനറലിൽ പോകണേ, നിനക്ക് സ്ലീപ്പർ എടുത്ത് പോയിക്കൂടെ, ഈ സീറ്റില്ലാതെ പോകേണ്ട വല്ല ആവശ്യമുണ്ടെന്നൊക്കെ ചോദിച്ചതാണ്. പക്ഷെ നമുക്ക് സ്ലീപ്പറിൽ പോയ ഒരു ഫീല് എനിക്കിതുവരെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു ഫീല് കൂടെ ഞാൻ അനുഭവിക്കാൻ വേണ്ടിയാണ് ഈ ജനറൽ യാത്ര. സോഫാർ ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഈ ഒരു ഫീല് അതൊരു വേറെ തന്നെയാണ്. പുതിയ ചങ്ങാതിമാർ. നമ്മൾ സ്ലീപ്പറിൽ പോയി 3 ആളോട് സംസാരിക്കില്ല മാക്സിമം, അപ്പുറത്തപ്പുറത്തൊക്കെ നോക്കിയിട്ട്. പക്ഷെ ജനറൽ അങ്ങനെയല്ല, ഈ കമ്പാർട്ട്മെൻറ്റ് മൊത്തം സംസാരിക്കും, എല്ലാ കമ്പനിയാവും. എക്സ്പീരിയൻസ് കൂടി ചെയ്യാന്നുള്ള പ്ലാനില്ല. അടിപൊളി കേട്ടോ, കുഴപ്പമില്ല. ചില സമയത്ത് എനിക്ക് സീറ്റ് കിട്ടിയാൽ എനിക്ക് ഓക്കെയാണ്. ബട്ട് സീറ്റ് കിട്ടാതിരുന്ന ഡെഡ്, ടോട്ടലി ഡെഡ്. എന്തായാലും നോക്കാം, ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ദൈവം കാക്കുന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോവാം. ഈറോഡ് എത്തിയിട്ടോ. ഈറോഡ് എത്തിയത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൂട്ടടിയാണ്. കാരണം അമ്മാതിരി തിരക്കാണ്. അതിനിടയിൽ കൂടെ അമ്മമാർ താഴെയും കിടന്നിട്ട് പുതിയ ആൾക്കാർ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ പോലീസുകാർ വന്ന് വടിയെടുത്ത് തല്ലി എല്ലാവരും കിടക്കുന്നവരെ എണിപ്പിച്ച്. ഇതാണ് അവസ്ഥ. ഫുള്ള് നിൽക്കുക, എല്ലാവരും നിൽക്കുക. കാരണം ഓരോ സ്റ്റേഷൻ എത്തുന്നവർ തിരക്ക് കൂടി വരിക. അതൊരു പാട്ന എക്സ്പ്രസ്സാണ്. അപ്പോൾ ബീഹാറുകളെല്ലാം ഇതാണ് ആശ്രയിക്കുന്നത്. തുടക്കമാണ്. അപ്പോൾ ചെറിയ ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വല്ല കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കമ്പനി രൂപേനെ അറിയിക്കും കേട്ടോ. നമുക്ക് ശരിയാക്കാം, റെഡിയാക്കാം.
സ്റ്റോപ്പ് എത്തി കേട്ടോ. നമ്മുടെ വിജയവാഡ ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തി. ഒടുക്കത്തെ തിരക്ക് നോക്കട്ടെ എന്താ അവസ്ഥ. അങ്ങനെ വിജയവാഡ എത്തി കേട്ടോ. വിജയവാഡ ജംഗ്ഷൻ എത്തി. സമയം ഇപ്പോൾ 1:15. ഇനി ഇവിടുന്ന് ഭുവനേശ്വർ പോകണം. ഭുവനേശ്വർക്ക് 1:45 ചെന്നൈയിൽ നിന്ന് വരുന്ന ഒരു കോർമണ്ടല എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള വെയിറ്റിങ്ങാണ്. ലോക്കൽ ട്രെയിൻ എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആട്ടോ. സീറ്റ് കിട്ടി കാരണം ഇരിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞില്ല. പക്ഷെ ഇറങ്ങുന്ന സമയത്ത് അയ്യോ കിളി പോയി. ഒടുക്കത്തെ തിരക്കെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തിരക്ക്, ഒരു രക്ഷയില്ല. ലഗേജ് ഉള്ള കാരണം ശരിക്കും ട്രാപ്പായി. ഇനി മുന്നോട്ടും ഇതൊക്കെ തന്നെ ആയിരിക്കും. എല്ലാം കണ്ടിട്ട് തന്നെ യാത്ര തിരിച്ചേ. സോ നോക്കാം. ഇപ്പോൾ വിജയവാഡ കേട്ടോ. എൻ്റെ യാത്ര പോയിൻ്റ് ആയിട്ടോ, ഡയറക്റ്റ് പോകുന്നില്ല. ഡയറക്റ്റ് പോയി വെച്ചാൽ ഡെഡാവും. സോ ഇപ്പോൾ വിജയവാഡ എത്തി. ഇനി നേരെ ഭുവനേശ്വറിലേക്ക് തിരിക്കാൻ പോകുന്നത്. ഭുവനേശ്വരേക്ക് ഇന്നൊരു 1 മണിക്ക് കയറി വെച്ചാൽ നാളെ പുലർച്ചെ 1 മണിക്ക് എത്തും. അപ്പോൾ വലിയ പെയിന് അറിയത്തില്ല. പിന്നെ ഭുവനേശ്വറിൽ നിന്ന് ഒരു ദിവസം കറങ്ങിയിട്ട് കൊണാർക്ക് ടെമ്പിള് പൂരി എല്ലാം കറങ്ങിയിട്ട് എൻ്റെ അടുത്ത ദിവസം കൊൽക്കത്ത പിടിക്കാനുള്ള പ്ലാനില്ല. എന്തായാലും നോക്കാം. വലിയ സ്റ്റേഷനാട്ടോ ഈ വിജയവാഡ. കാരണം ഇതൊരു ഹബ്ബാണ്. നോർത്തിൽ പോകുന്ന വണ്ടികളും നോർത്ത് ഈസ്റ്റിൽ പോകുന്ന വണ്ടികളും, അതായത് ഡൽഹി കൊൽക്കത്ത എല്ലാ ഭാഗത്തേക്കും പോകുന്ന ഒരു കണക്ടിവിറ്റി ഉള്ള ഒരു പ്ലേസാണ് ഈ വിജയവാഡ. സോ 8-9 പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തോളം ഉണ്ട്. അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നത്. എന്നാലും നല്ല സ്റ്റേഷനാണ്, നല്ല വൃത്തിയൊക്കെയുള്ള സ്റ്റേഷനാണ്. അങ്ങനെ വിജയവാഡയിൽ നിന്ന് നമ്മുടെ ഭുവനേശ്വരക്കുള്ള അടുത്ത ടാർഗറ്റുള്ള ടിക്കറ്റുകൾ എടുത്തു കേട്ടോ. ചെറിയ തിരക്കുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. 250 രൂപയായി വിജയവാഡ ടു ഭുവനേശ്വർ. നല്ലൊരു സ്റ്റേഷനാണ് കേട്ടോ. നല്ല വൃത്തിഹീനമുള്ള ഒരു സ്റ്റേഷനാണ്. നല്ല ഷോപ്പുകളും എല്ലാം ഉണ്ട് കേട്ടോ. കുറേ ശബരിമലയ്ക്ക് പോകുന്ന ഭക്തന്മാരെ കാണാം. ഇത് സീസണാണല്ലോ. ഇപ്പോൾ ഈ ആന്ധ്രക്കാരും കൂടുതലായിട്ട് പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ആന്ധ്ര, തമിഴ്നാട്, കർണാടക, കേരള, ഈ 4 സംസ്ഥാനം കേട്ടോ കൂടുതലായിട്ട് വരുന്നത്. ഗായ്സ് അങ്ങനെ അടുത്ത ട്രെയിൻ കിട്ടി കേട്ടോ. വിജയവാഡ ടു ഭുവനേശ്വറിൽ അടുത്ത ട്രെയിൻ കിട്ടി. ഇതിലും വലിയ വ്യത്യാസമൊന്നുമില്ല. സീറ്റൊന്നും കിട്ടിയില്ല, പക്ഷെ ബാഗ് മേലെ കയറ്റിട്ടോ. ഒടുക്കത്തെ തിരക്കാം. ഇപ്പോൾ സമയം 2 മണിയായി. പുലർച്ചെ 1 മണിക്ക് എത്തത്തുള്ളൂ. കുഴപ്പമില്ല, എന്തായാലും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും. നോക്കാം. ഇതാട്ടോ ഇവിടുത്തെ അവസ്ഥ. മൊത്തത്തില് സീറ്റിനുള്ള അടിയാട്ടോ. അവിടെ ഇവിടെ എല്ലാം. എന്തായാലും കുറച്ചു നേരം കൂടി ഇങ്ങനെ നിന്ന് പോകേണ്ടി വരും. നോക്കാം. ഇവരെല്ലാം കൊൽക്കത്തയ്ക്കാണ്. അവസാനം കൊൽക്കത്തയ്ക്ക് പോകുന്ന ട്രെയിനാണ്. ওটা বয় মারিও দাও না, ডাক্তার চুচু ওই അങ്ങനെ സീറ്റ് കിട്ടി കേട്ടോ. കുറച്ചേ നിന്നു, പക്ഷേ സംസാരിച്ചപ്പോൾ ട്രാവലിങ് യാത്ര എന്നൊക്കെ പറഞ്ഞപ്പോൾ 200 പറഞ്ഞു. തിരക്കാണ്, പക്ഷെ അവിടെ നിന്ന് വന്ന ട്രെയിനിൻ്റെ അത്ര തിരക്കില്ല കേട്ടോ. കുറച്ച് കുറവാണ്. ഉച്ച സമയമല്ലേ, ഇനി വൈകുന്നേരം എന്താ അവസ്ഥ എന്നറിയില്ല. ഞാൻ അവിടെ കൂടെ ട്രാവൽ ചെയ്യുന്ന ആളാണ് കേട്ടോ. ആൾ മലപ്പുറത്ത് ഒരു 12 വർഷം പണിയെടുത്ത വാർക്കപ്പണി. നല്ലോണം മലയാളം പറയുന്നുണ്ട് കേട്ടോ. ബൈ ഹായ് ക്യാനാ നോക്കാം. മലയാളം അറിയും? മലയാളം അറിയും? അയ്യ, എവിടെയായിരുന്നു ജോബ്? കേരളത്തിൽ എവിടെയായിരുന്നു? മലപ്പുറം അരീക്കോട്. പിന്നെ എടവന്നപ്പറ അവിടെ ഉണ്ടായിരുന്നു. എത്ര വർഷം ഉണ്ടായിരുന്നു അവിടെ? 5-6 വർഷമായി. പിന്നെ ഞാൻ കണ്ണൂർ ഉണ്ടായിരുന്നു.
ഓക്കെ ആള് സംസാരിക്കുന്നത് പച്ച മലയാളത്തിലാണ് മലയാളം സംസാരിക്കുന്നത്. ഈ കാണുന്നതാണ് ഗോദാവരി ബ്രിഡ്ജ്, ആന്ധ്രാപ്രദേശിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ബ്രിഡ്ജ്. 1970 പണി ആരംഭിച്ച് 1974 ഇതിൻ്റെ പണി പൂർത്തിയായത്. ഇരുന്നിരുന്ന് അടുത്തപ്പോ ചുമ്മാ അങ്ങ് ഇറങ്ങി കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട് റിസർവേഷൻ എത്തിട്ടോ. നോക്കാം ഇവിടുത്തെ അവസ്ഥ എന്താ നോക്കാം. നല്ല സൺലൈറ്റ് ആട്ടോ, ഒടുക്കത്തെ വ്യൂ ഈ ട്രെയിനിൽ നിന്ന് സൺലൈറ്റ് ആണ്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാൻ സ്ലീപ്പർ വന്നിരുന്നു കേട്ടോ. രണ്ടും ജോയിൻ്റ്, നമുക്ക് നടന്ന് വരാൻ പറ്റും ലോക്കലിൽ നിന്ന് സ്ലീപ്പറിലേക്ക്. ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോകാണ്ട് വന്നാൽ അവിടെ തിരക്കില്ല. സോ അവിടെ തന്നെ ഇരുന്നു. കുറച്ച് ചാർജ് എല്ലാത്തിലും ഫുള്ളാക്കാനുണ്ട്. ഇവരൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ ട്രെയിനിലെ സഹയാത്രികർ. നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. എല്ലാവരോടും മിണ്ടിയും വർത്തമാനം പറഞ്ഞ് ഒരു ദിവസം പോയത് അറിഞ്ഞില്ല. നല്ല കെയറിങ് ആയിരുന്നു. ഞാൻ ഇതുപോലെ ഒറ്റയ്ക്ക് സോളോ യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരുടെ കിടക്കുന്ന അവസ്ഥ കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. പ്രായമായവരും കുട്ടികളും മുതിർന്നവരും എല്ലാവരും. ഗായ്സ് അങ്ങനെ നമ്മൾ എൻ്റെ 16ാമത്തെ സംസ്ഥാനമായ ഒറീസയിൽ എത്തിയിട്ടോ. ഇന്നലെ ഉച്ചയ്ക്ക് കയറിയതാ. ഇപ്പോൾ സമയം 2:30 ഇപ്പോഴാണ് ലാൻഡ് ചെയ്തത്. ഇനി ഇവിടെ നിന്ന് വേണം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് പൂരിയിലോട്ട് പോകാൻ. അത് 5 മണിക്ക് ട്രെയിൻ. സോ 2-2.5 മണിക്ക് റെസ്റ്റ് എടുക്കാൻ സമയമുണ്ട്. ഒന്ന് ഫ്രഷ് ആയിട്ട് കുളിക്കാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാന്നുള്ള പ്ലാനില്ല. അപ്പോൾ ഗായ്സ് ഇത്രയേ ഉള്ളൂ പറയാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയ ചെറിയ ഫോൾട്ടൊക്കെ ഉണ്ടാവും, അത് കമൻറ്റ് രൂപേണ പറഞ്ഞോട്ടോ. നമുക്ക് അടുത്ത വീഡിയോ റെഡിയാക്കാം. ബൈ.